ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പുതിയ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ വില ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടധികം ഇപ്പോൾ വില ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ, ഞങ്ങൾ പെട്രോൾ അടിക്കുന്നുണ്ട്, ഗ്യാസ് പാചകവാതകം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ ഇതിലെങ്കിലും കുറച്ച് പൈസ, കാരണം സബ്സിഡി പോലും ഇപ്പോൾ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഈ പെട്രോൾ അടിച്ചുകൊണ്ട് ഗ്യാസിൻ്റെ വില കുറയ്ക്കാം എന്നാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരുന്നത്. നിങ്ങളെല്ലാവരും കേട്ട് കാണും, ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് വിർച്വൽ ലോയൽറ്റി കാർഡുകൾ ക്ലെയിം ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എത്രത്തോളമാണ് പെട്രോൾ അടിക്കുന്നത്, ആ പെട്രോൾ അടിക്കുന്നതിനനുസരിച്ച് നമുക്ക് ലോയൽറ്റി പോയിന്റുകൾ കയറുകയും ആ പോയിന്റ് ഈ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് പിന്നീട് ഈ ആപ്പിൽ കൂടി ജനറേറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഈ ആപ്പിലൂടെ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ്സ് വെച്ച് റിഡീം ചെയ്ത് ഗ്യാസിൻ്റെ പൈസ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെല്ലാവരും പെട്രോൾ അടിക്കാനായിട്ട് ബങ്കിൽ പോകുമ്പോൾ അവരുടെ അടുത്ത് പറയണം, പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറയാം, ചേട്ടാ ഇതിൽ ലോയൽറ്റി റിവാർഡ് പോയിന്റ് ഉണ്ട്, അതുകൊണ്ട് മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ അവരുടെ ഒരു സിസ്റ്റത്തിൽ അവർ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ അവർ അത് കംപ്ലീറ്റ് ചെയ്യുന്ന അതേ മൊമെൻറ്റിൽ നമുക്ക് നമ്മുടെ മെസ്സേജ് വരും, നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിൽ എത്ര പോയിന്റ് ആണോ നമ്മൾ അടിച്ച പെട്രോൾ ബങ്കുകാർ നമുക്ക് നമ്മൾ അടിച്ചതിനേക്കാട്ടും കൂടുതൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 500 രൂപയ്ക്ക് അടിച്ചിട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ 3000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് അടിച്ചതായിട്ട് തരും, കാരണം അവരുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവരോട് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറയുക ബങ്കിൽ, അപ്പോൾ അവരത് അപ്ഡേറ്റ് ചെയ്ത് തരും. അപ്പോൾ ആ പോയിൻറ്റ്സും നിങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ, ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, നിങ്ങൾ എപ്പോഴും ഇന്ത്യൻ ഓയിലിൻ്റെ മാത്രം ഉപയോഗിക്കുമ്പോൾ, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഈ ലോയൽറ്റി പോയിന്റ് കിട്ടുള്ളൂ. അതുപോലെ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സിനും, ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ആണെങ്കിലും മറ്റൊരു സർവീസ് പ്രൊവൈഡേഴ്സ്, റിലയൻസിൻ്റെ ആണെങ്കിലും എല്ലാവർക്കും സെപ്പറേറ്റ് ആപ്പുകൾ ഉണ്ടായിരിക്കും. ഞാനിവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുകളിൽ പോയിട്ട് അടിക്കുക. അതുപോലെ ഇന്ത്യൻ ഗ്യാസ് മേടിക്കുമ്പോൾ കിട്ടുന്ന റിഡംഷനെയാണ് ഞാനിവിടെ പറയുന്നത്. എല്ലാത്തിനും സെപ്പറേറ്റ് ആപ്പുകളും ലോയൽറ്റി റിവാർഡ്സ് പോയിന്റ്സും ഉണ്ടായിരിക്കും. ഇത് വിർച്വൽ കാർഡാണ്, നമ്മൾ മൊബൈലിൽ ആണ് ഇത് കൊണ്ട് നടക്കുന്നത്. ഈ കാർഡ് നമ്മളുടെ മറ്റുള്ള റിവാർഡ് കാർഡ്സ് പോലെ നമ്മൾ മറ്റേ സ്വൈപ്പ് ചെയ്യുന്ന കാർഡ് പോലെയൊന്നും നമ്മൾ കൊണ്ടു കൊടുക്കേണ്ട, പേഴ്സണൽ കൊണ്ടു കൊടുക്കേണ്ട കാർഡുകളല്ല ഇത്. പിന്നെ ഈ കാർഡ് നമ്പറും മറ്റൊന്നും അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണ്ട. നമ്മുടെ മൊബൈൽ നമ്പർ പറയുക, മൊബൈൽ നമ്പർ അവർ ഫീഡ് ചെയ്യുന്നു. ഓൺ ദ മൊമെൻറ്റ് വി ആർ ഗെറ്റിംഗ് ദ ലോയൽറ്റി പോയിന്റ്സ്. ഓക്കെ, സോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന്, ഈ പ്രോസസ്സ് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. എല്ലാവരും വ്യക്തമായി ഒന്ന് കേൾക്കുക. നിങ്ങൾ ചെയ്യേണ്ടത്, നേരെ നിങ്ങൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇന്ത്യൻ ഓയിൽ 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ വരും. ഇന്ത്യൻ ഓയിൽ 1 ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ചെറിയൊരു ആപ്ലിക്കേഷനാണ്, ജെനുവിൻ ആപ്ലിക്കേഷനാണ്. ഇത് ഫ്രോഡോ സ്കാമോ ഒന്നുമല്ല, ഇന്ത്യൻ ഓയിലിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ലൊക്കേഷൻ എപ്പോഴും ഓൺ ആക്കി ഇടണം, കാരണം നമ്മുടെ ലൊക്കേഷൻ ബേസിലാണ് നമ്മുടെ അടുത്തുള്ള ബങ്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഗ്യാസ് ബുക്ക് ചെയ്യുക, പെട്രോളിൻ്റെ റേറ്റ് അറിയുക. ഇതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൊക്കേഷനൊക്കെ ഇതിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസിൽ നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യുന്നത് മുതൽ പല സേവനങ്ങളുണ്ട്. മുകളിൽ കാണുന്ന കാർഡ് രൂപത്തിൽ കാണുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്ട്രാ റിവാർഡിൻ്റെ വിർച്വൽ കാർഡ് എന്ന് നമ്മൾ പറയുന്ന ഈ സംഭവം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ആപ്പ് നമ്മുടെ കൺസ്യൂമർ നമ്പറും നമ്മുടെ ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോഴോ നമുക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ഇതിൽ സൈൻ അപ്പ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് ഇതിൽ കാണുന്ന ഈ വിർച്വൽ കാർഡ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം സൈൻ അപ്പ് എന്ന പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ഞാനിവിടെ പറയുന്നില്ല. അത് നിങ്ങൾ ആ കൺസ്യൂമർ നമ്പറും നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഒക്കെ വെച്ച് നമ്മൾ സാധാരണ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ അതിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് എ വെരി ഈസി സ്റ്റെപ്പ്. സോ ഐ എം നോട്ട് എക്സ്പ്ലെയിനിങ് ഹിയർ. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയും നമ്മുടെ ആപ്പ്, നമ്മുടെ കൺസ്യൂമർ ഡീറ്റെയിൽസും നമ്മുടെ ക്രെഡൻഷ്യൽസും വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾക്ക് ഈ കാർഡിൽ അമർത്തിക്കൊണ്ട്, ഇതിപ്പോൾ ആൾറെഡി രജിസ്റ്റേർഡ് ആണ്, ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ആൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് കാർഡ് നമ്പർ വരുന്നത്. നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് ഈ കാർഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. വിത്ത് ഫോൺ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ ഈ കാർഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. കാർഡ് ആക്ടിവേഷൻ എന്നുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എൻറോൾമെൻറ്റ് പ്രൊസീജിയേഴ്സാണ്. നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ കൺസ്യൂമർ നമ്പർ, ഈ ആപ്പ് എല്ലാം വെച്ച് നമ്മൾ ഇതിൽ എൻറോൾ ചെയ്യുന്നു. ഈ കാർഡ് നമുക്ക് ഇനി വിർച്വലി ഉപയോഗിക്കാൻ പാകത്തിനായി എന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 2.713 പോയിൻറ്റ്സ്. ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കാണിക്കുന്നത്, കാരണം ഞാൻ ആൾറെഡി റിഡീം ചെയ്തു. ഞാനിത് ഉപയോഗിച്ച് ഗ്യാസൊക്കെ ബുക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ പോയിൻറ്റ്സ് വളരെയധികം കുറഞ്ഞ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ പെട്രോൾ അടിച്ചിട്ടില്ല, അതുകൊണ്ട് പോയിൻ്റ് കയറിയിട്ടില്ല. ഗ്യാസ് ബുക്ക് ചെയ്യാൻ മാത്രമല്ല, ഈ റിവാർഡ്സ് പോയിൻറ്റ്സ് ഉപയോഗിച്ച് ആമസോൺ പർച്ചേസ് വരെ നമുക്ക് ചെയ്യാം.
എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഈ കാണുന്നത് ഞാൻ പെട്രോൾ അടിച്ചതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. ഏത് ഡേറ്റിൽ എത്ര രൂപയ്ക്ക് അടിച്ചു, എത്ര പോയിൻ്റ് എനിക്ക് കയറി എന്നുള്ളതിൻ്റെ ഒരു ഹിസ്റ്ററി എനിക്ക് കാണണമെങ്കിൽ ഇതിൽ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ വൗച്ചേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, പല സൈറ്റുകളിലും ഈ റിവാർഡ് പോയിൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് വേറെയും പർപ്പസിന് ഉപയോഗിക്കാം. ഗ്യാസ് മേടിക്കുക എന്നുള്ളതായി ഹൈലൈറ്റ് ആയതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഗ്യാസിനും ഇത് ഉപയോഗിക്കാം എന്ന്. ഇനി ഇതിൽ കാണുന്ന പോലെ നമുക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഡാഷ്ബോർഡിൽ ഗ്യാസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഗ്യാസ് സാധാരണ നമ്മൾ ഓർഡർ ചെയ്യില്ലേ, ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ നമുക്കിതിൽ ബുക്ക് ചെയ്യാം, ഓൺലൈനായിട്ട് പൈസ അടയ്ക്കാം. അപ്പോൾ അതിന് ഫുൾ ഡീറ്റെയിൽസ് വരും. ഈ പൈസ അടയ്ക്കുന്ന സമയത്ത് ആണ് ഈ റിവാർഡ് പോയിൻറ്റ്സ് ക്ലെയിം ചെയ്യണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ റിവാർഡ് പോയിൻറ്റ്സ് എത്രയാണോ വേണ്ടത് അത്രയും അടിച്ചു കൊടുക്കുക. നമ്മുടെ അക്കൗണ്ടിൽ ഒത്തിരി പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പോയിൻ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ടോട്ടൽ ബില്ലിൽ നിന്ന് ഈ എമൗണ്ട് കുറച്ച് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതുവരെ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കാണാം. ബുക്ക് ചെയ്ത് 1-2 ദിവസത്തിനുള്ളിൽ ഗ്യാസ് ഒരു ഫോൺ വിളിച്ച് സമയം കളയേണ്ട കാര്യമില്ല. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, വേറെ അഡീഷണൽ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല. അങ്ങനെയുള്ള ഒത്തിരി ബെനിഫിറ്റ്സ്, അതായത് ഒരു മൾട്ടി പർപ്പസ് ആപ്ലിക്കേഷനാണിത്. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിന് സബ്സിഡി രജിസ്റ്റർ ചെയ്യാനോ കംപ്ലയിൻസുകൾ രജിസ്റ്റർ ചെയ്യാനോ അങ്ങനെയുള്ള എമർജൻസി സർവീസുകൾ വരെ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. മാത്രമല്ല എല്ലാം റെക്കോർഡിക്കലി ആണ്, നമുക്ക് എല്ലാം ഇതൊരു ഹിസ്റ്ററി പോലെ നമുക്ക് കാണാൻ പറ്റും. ഈവൻ നമ്മൾ റേസ് ചെയ്ത കംപ്ലയിൻസ് വരെ നമുക്ക് ഇതിലൂടെ കംപ്ലയിൻറ്റ് റേസ് ചെയ്യാം. അതുവരെ നമുക്കിതിൽ കാണാൻ പറ്റുന്ന ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഗ്യാസ് പർച്ചേസ് ആയാലും നമ്മുടെ ഫ്യൂവൽ മാനേജ്മെൻറ്റ് ആയാലും നമ്മുടെ ഫ്യൂവൽ ട്രാക്ക് ചെയ്യാൻ വരെ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ഉപകാരപ്പെടും.